ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ സീസൺ 10 കഴിഞ്ഞ വാരാന്ത്യത്തിലെ എപ്പിസോഡുകൾ ആകെ സംഭവബഹുലമായിരുന്നു. 4 റൗണ്ടുകൾ അവസാനിക്കുന്നു. എലിമിനേഷൻ, മുൻ സീസണിലെ താരത്തിന്റെ വരവ്, നിർണായകമായ രണ്ടാമത്തെ ലീഗിന്റെ വിജയി ആര്, അങ്ങനെ പലതും. 2025 മെയ് 17-18 തീയതികളിൽ ടെലികാസ്റ്റ് ചെയ്യപ്പെട്ടത് 15-16 എപ്പിസോഡുകളായിരുന്നു. ഇത് രണ്ടാമത്തെ പ്രീമിയർ ലീഗിലെ 5ാമത്തെയും 6ാമത്തെയും മത്സരങ്ങളായിരുന്നു. ശനിയാഴ്ചത്തെ 15ാമത് എപ്പിസോഡിൽ കോൺവെന്റ് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വിജയം ഉറപ്പിക്കുക എന്നത് വളരെ നിർണായകമായിരുന്നു. ഈ എപ്പിസോഡിൽ കോൺവെന്റ് സ്കൂളിൽ നിന്ന് ക്ലാസിക് മെലഡി റൗണ്ടിൽ വിധുരാജും അതീഷ് കൃഷ്ണയും 99 മാർക്ക് വീതം നേടി. സൂപ്പർ ഫാസ്റ്റ് റൗണ്ടിൽ പങ്കെടുത്ത കൃഷ്ണപ്രിയയും 99 മാർക്ക് തന്നെ നേടി. അങ്ങനെ കോൺവെന്റ് സ്കൂൾ ആകെ 297 മാർക്കുകൾ നേടി. ഗുരുകുലത്തിൽ നിന്ന് സൂപ്പർ ഫാസ്റ്റ് റൗണ്ടിൽ പങ്കെടുത്ത ദിൽരാജ് ഗോപിയും ഗായത്രി മേനോനും 99.5 മാർക്ക് വീതം നേടി. ഗായത്രി അപ്പീലിലൂടെയാണ് ആ മാർക്കിലേക്ക് എത്തിയത്. ക്ലാസിക് മെലഡി റൗണ്ടിൽ പങ്കെടുത്ത സൂര്യനാരായണൻ അപ്പീലിന്റെ സഹായത്തോടെ 99 മാർക്കുകൾ നേടി. അങ്ങനെ ഗുരുകുലം ആകെ 298 മാർക്ക് നേടി. അതോടെ നിർണായകമായ രണ്ടാമത്തെ സീരീസിൽ 4 വിജയങ്ങൾ നേടി ഗുരുകുലം വിജയം ഉറപ്പിച്ചു. ഞായറാഴ്ച ടെലികാസ്റ്റ് ചെയ്ത എപ്പിസോഡിൽ ലീഗിലെ 6ാമത്തെ മത്സരത്തിൽ കോൺവെന്റ് സ്കൂളിന് പരാജയത്തിന്റെ ആഘാതം കുറയ്ക്കുക എന്ന ലക്ഷ്യം പ്രധാനമായിരുന്നു. ഈ റൗണ്ടിൽ കോൺവെന്റ് സ്കൂളിൽ നിന്ന് ക്ലാസിക് മെലഡി റൗണ്ടിലെത്തിയ കൃഷ്ണശ്രീ ഗോൾഡൻ സ്റ്റാർ പെർഫോമൻസ് കാഴ്ചവെച്ചു. ഇതുമാത്രമാണ് കഴിഞ്ഞ വാരാന്ത്യത്തിലെ ഏക ഗോൾഡൻ സ്റ്റാർ പെർഫോമൻസ്. ക്ലാസിക് മെലഡിയിൽ നിന്ന് തന്നെ ശ്രീലക്ഷ്മി ശ്രീധർ 99 മാർക്കും സൂപ്പർ ഫാസ്റ്റ് റൗണ്ടിൽ വിപിൻനാഥ് 98.5 മാർക്കും നേടി. അങ്ങനെ കോൺവെന്റ് സ്കൂളിന്റെ സ്കോർ 297.5 എത്തി. ഗുരുകുലത്തിൽ നിന്ന് ക്ലാസിക് മെലഡി റൗണ്ടിൽ അർജുൻ KC 99.5 മാർക്കും അർച്ചന പ്രേമൻ 99 മാർക്കും നേടി. സൂപ്പർ ഫാസ്റ്റ് റൗണ്ടിൽ പങ്കെടുത്ത ജോയൽ 98.5 മാർക്ക് നേടി. അങ്ങനെ ആകെ ഗുരുകുലത്തിന് നേടാനായത് 297 മാർക്ക് മാത്രം. അങ്ങനെ അവസാന മത്സരത്തിൽ വീണ്ടും കോൺവെന്റ് സ്കൂൾ വിജയിച്ചു. അതോടെ രണ്ടാമത്തെ ലീഗ് അവസാനിക്കുമ്പോൾ 2 വിജയങ്ങൾ നേടിയ കോൺവെന്റ് സ്കൂളിനെതിരെ 4 വിജയങ്ങളുമായി ഗുരുകുലം ഈ 6 മത്സരങ്ങളുടെ രണ്ടാമത്തെ ലീഗ് മത്സരം വിജയിച്ചു. ഈ വാരാന്ത്യത്തിൽ മുൻ സീസണിലെ ഗോപകുമാർ അതിഥിയായി എത്തിയിരുന്നു. സിനിമയിൽ ട്രാക്ക് പാടാനായി പോയി. സിനിമയിൽ പിന്നണി ഗായകനായി മടങ്ങിയതിന്റെ സന്തോഷവും ഗോകുൽ പങ്കുവച്ചു. ഒപ്പം ആ ഗാനം വേദിയിൽ ആലപിക്കുകയും ചെയ്തു. ഒപ്പം മുൻ സീസണിന്റെ ഫിനാലെയിൽ അവസാന ഫൈനലിസ്റ്റിനെ കണ്ടെത്താനുള്ള റൗണ്ടിൽ പുറത്തുപോയപ്പോൾ ഗോകുലിന് നൽകാൻ മറന്ന ട്രോഫിയും ഈ വേദിയിൽ മഹാഗുരു സമ്മാനിച്ചു. മറ്റൊരു പ്രധാന കാര്യം എലിമിനേഷനാണ്. നിലവിൽ 4 റൗണ്ടുകൾ സീസൺ പിന്നിട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതുവരെയുള്ള പെർഫോമൻസുകളുടെ ആകെ മാർക്ക്, അതായത് 400-ൽ നേടിയ മാർക്ക് എത്രയാണ് എന്നതനുസരിച്ച് ഏറ്റവും മാർക്ക് കുറവുള്ള 2 പേർ ഈ സീസണിൽ നിന്ന് 16ാം എപ്പിസോഡിന്റെ അവസാനം വിട പറഞ്ഞു. ഗുരുകുലത്തിന്റെ ഗ്രീഷ്മ കണ്ണനും കോൺവെന്റ് സ്കൂളിന്റെ അതീഷ് കൃഷ്ണയ്ക്കും മഹാഗുരു മൊമെന്റം നൽകി യാത്രയാക്കി. അവർക്ക് പകരം അടുത്ത എപ്പിസോഡിൽ വൈൽഡ് കാർഡ് എൻട്രി ലിസ്റ്റിലെ 5 പേരിൽ നിന്ന് 2 പേർ എത്തും. അവർ ആര് എന്ന് അടുത്ത എപ്പിസോഡിലെ അറിയാൻ കഴിയും. ഈ 2 എപ്പിസോഡുകളെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ചെയ്യൂ.